ആന്റണി രാജുവിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കേസുകൾ രണ്ടും രണ്ട് കേസുകളാണെങ്കിൽ പോലും രണ്ട് നിയമസഭാ സാമാജികർ അന്വേഷണം നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ചർച്ചയാകാനുള്ള സാധ്യത നിലവിലുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഒരിക്കൽ ക്യാപിറ്റലൈസ് ചെയ്ത ഒരു നിക്ഷേപം വീണ്ടും 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 ഒരിക്കൽ പലിശ എടുത്തു കഴിഞ്ഞത് വീണ്ടും കാലാവധി എത്താതെ വീണ്ടും പലിശ വേണമെന്ന് പറയുന്നതിന് തുല്യമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ CPM BJP നടന്ന ശ്രമം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതൊരു വ്യക്തി മാത്രമാണെന്ന് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം. മുൻ കോൺഗ്രസ്സുകാരൻ, മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, MLA, കോൺഗ്രസിൻ്റെ മുൻ MLA, കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി, ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ നിന്ന് മാറ്റി. അപ്പോൾ എന്തിന് കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയണം എന്നാണ് സ്വാഭാവികമായി. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻ കോൺഗ്രസ് ബന്ധം ആരോപിച്ചുകൊണ്ട് ഇനി എത്രത്തോളം LDF മുന്നോട്ട് പോകാനാവും എന്ന ചോദ്യം സ്വാഭാവികമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി രാഹുൽ ഇഫക്റ്റ് ഉപയോഗിച്ച് അതിൽ കാര്യമായ കഴമ്പില്ല എന്ന് കണ്ട് ജനം മാറ്റിവെച്ചതാണ്. ഇനിയിപ്പോൾ ആ പരിപ്പ് വേകാനുള്ള സാധ്യത കുറവാണ്. തൽക്കാലത്തേക്കൊരു ഇക്കിളിപ്പെടുത്തുന്നൊരു വാല്യൂ ഉണ്ടാകും. ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ MLAയും മുൻ മന്ത്രിയുമൊക്കെയായ ആന്റണി രാജുവിൻ്റെ അടിവസ്ത്ര കേസ്, ഈ വസ്ത്രത്തിൻ്റെ അളവുകൾ വെട്ടിച്ചുരുക്കുന്ന മാന്ത്രിക വിദ്യ അദ്ദേഹത്തിന് വശമുണ്ട്.